കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഒക്കെയായി ഇത്ര അടുത്ത ഹൃദയബന്ധം സൂക്ഷിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ ഒരു മുഖ്യമന്ത്രി ഇല്ല എന്ന് തന്നെ പറയാം. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരിയെ കണ്ടു. നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ മുഹമ്മദ് റിയാസും ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കേരളത്തനിമയിലുള്ള മുണ്ടും ഉടുപ്പും ഒക്കെ ആയിരുന്നു ധരിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് റിയാസ് ആളങ്ങ് ചെത്തി വളരെ സുന്ദരനായിട്ടായിരുന്നു എത്തിയത്. ക്രീം നിറത്തിലുള്ള കോട്ടും പാൻസും ഒക്കെ ധരിച്ച് മുഹമ്മദ് റിയാസ് തന്റെ അമ്മായിയപ്പൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. എന്തായാലും ഗഡ്കരിയെ കണ്ടതും ചർച്ചയൊക്കെ കേരളത്തിലെ റോഡ് വികസനത്തിന് ആവശ്യമായ പണം ചോദിക്കാൻ ആയിരിക്കെ ധനമന്ത്രി ബാലഗോപാലിനെ ഒഴിവാക്കി. ഇത് ശ്രദ്ധേയമാവുകയാണ്. അതുകൊണ്ട് തന്നെ വിമർശകർക്ക് ഒരിക്കലും അമ്മായിയപ്പനും മരുമകനും എന്ന ഒരു അടിക്കുറിപ്പ് പോലും ഈ ചിത്രത്തിന് നൽകാനും ഒരു കാരണം അവരായി തന്നെ ഉണ്ടാക്കി. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ച് ചർച്ച നടത്തുകയുണ്ടായി. അവിടെ മന്ത്രി ബാലഗോപാൽ ഉണ്ടായിരുന്നു. വലിയ കുറെ പേജുകൾ തന്നെയുള്ള നിവേദനങ്ങൾ തന്നെ കൈമാറുകയും ചെയ്തു. ഏറ്റവും പ്രധാനം, മുഖ്യമന്ത്രി BJPയുടെ പവർപുള്ളറും കേന്ദ്ര സർക്കാരിന്റെ നട്ടലും സംഘപരിവാരത്തിന്റെ ആവേശവും ഒക്കെയായ അമിത്ഷായെ കണ്ടതാണ്. വെറും നിവേദനം നൽകാനല്ല, ഇരുന്ന് ചർച്ച ചെയ്ത് അവരുടെ ചർച്ചയും കൂടിക്കാഴ്ചയും രാഷ്ട്രീയം തന്നെ. കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്നും പദ്ധതികളൊന്നും കേരളത്തിന് കിട്ടാനില്ല. മറിച്ച് BJPയുടെ ഏറ്റവും വലിയ ചാണക്യനെ നേരിൽ കാണുമ്പോൾ അവിടെ ചില കാര്യങ്ങളുണ്ട്.